എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് എന്നൊരു പോസ്റ്റ് ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. ഇതും കൊച്ചു കുട്ടികൾക്ക് മുതൽ ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. ദീസ് തിങ്സ്, നമ്മുടെ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വസ്തുക്കളെ നമുക്ക് 2 രീതി കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ദീസ് തിങ്സ് ക്യാൻ ബി കാറ്റഗറൈസ്ഡ് ഇൻ ടു ഡിഫറെൻറ്റ് ടൈപ്സ്, ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ്. ജീവനുള്ളവയെന്നും ജീവനില്ലാത്തവയെന്നും 2 രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ലിവിങ് തിങ്സ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്. ലിവിങ് തിങ്സ് എന്താണ്? ജീവനുള്ളവ. ജീവനുള്ളവയ്ക്ക് പ്രത്യേക കുറേ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ഉണ്ട്, സ്വഭാവങ്ങളുണ്ട്. അതുപോലെ തന്നെ നോൺ ലിവിങ് തിങ്സിനും എന്താണ്? കുറച്ച് ഫീച്ചേഴ്സ്, ക്യാരക്ടേഴ്സ്, സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. ഫസ്റ്റ് വൺ, ലിവിങ് തിങ്സ്. ഓൾ ലിവിങ് തിങ്സ് നീഡ് ഫുഡ്. ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും എന്താവശ്യമാണ്? ഫുഡ് ആവശ്യമാണ്. നമുക്ക് എനർജി വേണ്ടേ? വർക്കുകൾ ചെയ്യണമെങ്കിൽ, കുട്ടികളാണെങ്കിൽ അവർക്ക് കളിക്കണമെങ്കിൽ, മുതിർന്നവരാണെങ്കിൽ ജോലി ചെയ്യണമെങ്കിൽ ഇതിനെല്ലാം എനർജി വേണം. എനർജി വേണമെങ്കിൽ എന്ത് കഴിക്കണം? നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ എല്ലാ ലിവിങ് തിങ്സിനും എന്ത് അത്യാവശ്യമാണ്? ആഹാരം വളരെ അത്യാവശ്യമാണ്. സെക്കൻഡ് പോയിന്റ്, ഓൾ ലിവിങ് തിങ്സ് ബ്രീത്ത്. എല്ലാ ലിവിങ് തിങ്സും ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട് അല്ലേ? ഒരു നിമിഷമെങ്കിലും നമുക്ക് ശ്വാസം എടുക്കാതിരിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ എല്ലാ ജീവനുള്ളവയും ലിവിങ് തിങ്സും ബ്രീത്ത് ചെയ്യുന്നുണ്ട്, ശ്വസിക്കുന്നുണ്ട്, റെസ്പയർ ചെയ്യുന്നുണ്ട്. ഓൾ ലിവിങ് തിങ്സ് ഗ്രോ. നെക്സ്റ്റ് 3ാമത്തെ പോയിൻ്റാണ്, എല്ലാ ജീവനുള്ളവയും വളരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കഴിഞ്ഞ വർഷം ഇരുന്ന പോലാണോ ഈ വർഷം ഇരിക്കുന്നത്? ഒരല്പമെങ്കിലും ഹൈറ്റൊക്കെ നിങ്ങൾക്ക് കൂടിയിട്ടുണ്ടായിരിക്കും അല്ലേ? അതുപോലെ തന്നെ ഓൾ ലിവിങ് തിങ്സ് മൂവ്. നമ്മളെപ്പോഴും ഒരിടത്ത് തന്നെ ഇരിക്കുവാണോ? ഒരു ചെയറിനെയൊക്കെ പോലെ നമ്മളെപ്പോഴും അവിടെ ഇരിക്കുവാണോ? അല്ല, നമ്മൾ മൂവ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ ജീവനുള്ളവയും എന്താണ്? ചലിക്കുന്നുണ്ട്. ഓൾ ലിവിങ് തിങ്സ് റീപ്രൊഡ്യൂസ് യങ് വൺസ്. അതുപോലെ തന്നെ എല്ലാ ജീവനുള്ളവയും അവയുടെ യങ് വൺസിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ തലമുറയെ എല്ലാ ജീവനുള്ളവയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടേഴ്സ്. ഇനി നമുക്ക് നോക്കാം നോൺ ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടേഴ്സ്. നോൺ ലിവിങ് തിങ്സ് എന്താണ്? ഡു നോട്ട് ഫുഡ്. നമ്മുടെ ചെയർ അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുള്ള ടേബിൾ, ഇതിനൊക്കെ നമ്മൾ ആഹാരം കൊടുക്കുന്നുണ്ട്? ഇല്ല. ഡു നോട്ട് ഫുഡ്. അതിനെന്താണ്? ഒരു വർക്കുകളൊന്നും ചെയ്യാനില്ല, അതുകൊണ്ട് എനർജി ആവശ്യമില്ല, ഫുഡും ആവശ്യമില്ല. അടുത്ത പോയിൻ്റാണ് ഡു നോട്ട് ബ്രീത്ത്. നമുക്ക് ജീവനുള്ളവ മാത്രമാണ് ശ്വസിക്കുന്നത്. നോൺ ലിവിങ് തിങ്സിനൊന്നും ബ്രീത്ത് ചെയ്യുന്നില്ല, ശ്വസിക്കുന്നില്ല. അതുപോലെ തന്നെ ഡു നോട്ട് ഗ്രോ. വളരുന്നുണ്ടോ? നമ്മുടെ ചെയറും ടേബിളും ഒക്കെ വളരുന്നുണ്ടോ? നോൺ ലിവിങ് തിങ്സ് ഒന്നും വളരുന്നില്ല. നെക്സ്റ്റ് ആണ് ഡു നോട്ട് മൂവ്. നമ്മൾ മൂവ് ചെയ്യിക്കുന്നല്ല, സ്വയമേ മൂവ് ചെയ്യുന്നുണ്ടോ? ടേബിളോ ചെയറോ ഒക്കെ? ഇല്ല. അതുപോലെ തന്നെ ഡു നോട്ട് റീപ്രൊഡ്യൂസ്. നമ്മളൊരു അടുത്തൊരു ടേബിളിനെ റീപ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നോൺ ലിവിങ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പോയിന്റ്? ആഹാരം വേണ്ട, ശ്വസിക്കുന്നില്ല, വളരുന്നില്ല, ചലിക്കുന്നില്ല, റീപ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇത്രയുമൊക്കെയാണ് നോൺ ലിവിങ് തിങ്സിൻ്റെ ക്യാരക്ടേഴ്സ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണമെന്ന് പറയുന്നു.